അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കുക, ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ജോമെട്രിക്കൽ ഐസോമെറിസം എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സോ ഒന്നാമത്തെ കാര്യം, നമുക്ക് ജോമെട്രിക്കൽ ഐസോമെറിസം ഉണ്ടാകാനുള്ള കണ്ടീഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒരു ഡബിൾ ബോണ്ടിന്റെ മുകളിൽ 4 ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക, എ ബി സി ഡി. ജോമെട്രിക്കൽ ഐസോമെറിസം ഉണ്ടാക്കാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടിലെ ഓരോ കാർബണിന്റെയും മുകളിലുള്ള 2 ഗ്രൂപ്പുകൾ, ഇപ്പൊ ഇവിടെ ഈ കാർബണിന്റെ മുകളിലുള്ള എ ആൻഡ് ബി ഗ്രൂപ്പുകൾ, രണ്ടാമത്തെ കാർബണിന്റെ മുകളിലുള്ള സി ആൻഡ് ഡി ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകൾ ഒരിക്കലും സെയിം ആകരുത്. ദാറ്റ് മീൻസ് എ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു ബി, സി ഷുഡ് നോട്ട് ബി ഈക്വൽ ടു ഡി. അങ്ങനെയാണെങ്കിൽ മാത്രമേ ജോമെട്രിക്കൽ ഐസോമെറിസം ഉണ്ടാവുകയുള്ളൂ. അതായത് ഡബിൾ ബോണ്ടിലെ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകൾ സെയിം ആകരുത്, അത് ഡിഫറൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ജോമെട്രിക്കൽ ഐസോമെറിസം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, നമുക്ക് പ്രൊപ്പീനെ പറ്റി നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് പ്രൊപ്പീൻ ആണ്. പ്രൊപ്പീൻ എന്ന് പറയുന്നത് CH3 C ഡബിൾ ബോണ്ട് CH3 CH ഡബിൾ ബോണ്ട് CH2 ആണ്. നോക്കുക, ഇവിടെ ഈ രണ്ടാമത്തെ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന 2 ആൾക്കാരും ഹൈഡ്രജൻസ് തന്നെയാണ്. സിമിലർ ഗ്രൂപ്പുകളാണ് ഈ കാർബണിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ ജോമെട്രിക്കൽ ഐസോമെറിസം ഉണ്ടാവില്ല. സോ പ്രൊപ്പീൻ ഷോ ജോമെട്രിക്കൽ ഐസോമെറിസം എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. ട്രാൻസ് ഐസോമർ എന്ന് പറഞ്ഞാൽ എന്താ? ഐഡന്റിക്കൽ ആറ്റം അല്ലെങ്കിൽ ഐഡന്റിക്കൽ ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോഴാണ് നമ്മൾ ട്രാൻസ് എന്ന് വിളിക്കുക. നമുക്ക് സിസ് ആൻഡ് ട്രാൻസിന്റെ ഒരു എക്സാമ്പിൾ വരയ്ക്കാം. ഞാൻ തൽക്കാലം ബ്യൂട്ട് 2നെ പറ്റിയാണ് വരയ്ക്കുന്നത്. സോ ദിസ് ഈസ് CH3H CH3H. ഇത് നമ്മുടെ ട്രാൻസ് ഐസോമർ ആണ്. ആൻഡ് സിസ് ഐസോമർ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. നമുക്ക് സ്ട്രക്ചർ അറിയാവുന്നതാണ്. ഡബിൾ ബോണ്ടിന്റെ ഒരേ സൈഡിലാണ് സിമിലർ ഗ്രൂപ്പുകൾ വരുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സിസ് ഐസോമർ. ഡബിൾ ബോണ്ടിന്റെ ഒരേ സൈഡിലാണ് സിമിലർ ഗ്രൂപ്പുകളെങ്കിൽ സിസ് ഐസോമർ എന്നും, ഓപ്പോസിറ്റ് സൈഡിലാണ് സിമിലർ ഗ്രൂപ്പ് വരുന്നതെങ്കിൽ നമ്മൾ ട്രാൻസ് ഐസോമർ എന്നുമാണ് വിളിക്കുക. ഇനി ട്രാൻസ് ഐസോമർ ഹാസ് ഐഡന്റിക്കൽ ഗ്രൂപ്പ്സ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ഡബിൾ ബോണ്ട്. ശരിയാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബി സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിയാണ്. വിത്തൗട്ട് എനി ഡൗട്ട് നമുക്ക് ബി സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയാം. സി, സിസ് ബ്യൂട്ടൂയിൻ ഹാസ് ഹയർ ഡൈപോൾമെന്റ് ദാൻ ട്രാൻസ് ബ്യൂട്ടൂയിൻ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നോക്കുക, CH3 ഗ്രൂപ്പിന്റെ ഡൈപോൾമെന്റ് ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. ഇവിടുത്തെ റിസൾട്ടന്റ് ഡൈപോൾമെന്റ് വാല്യൂ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റിസൾട്ടന്റ് ഡൈപോൾമെന്റ് എന്ന് പറയുന്നത് നെറ്റ് ഡൈപോൾമെന്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അതേസമയം ട്രാൻസിന്റെ കേസിൽ നിങ്ങൾ നോക്കുക, റിസൾട്ടന്റ് ഡൈപോൾമെന്റ് 0 ആയി പോകും. സോ ഓവറോൾ ഡൈപോൾ മൊമെന്റ് ഈസ് 0 ബിക്കോസ് സിമിലർ ഗ്രൂപ്പ്സ് ആർ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്. നെറ്റ് എഫക്ട് 0 ആയിരിക്കും. സോ സിസ് ബ്യൂട്ടൂയിൻ ഹാസ് ഹയർ ഡൈപോൾമെന്റ് ദാൻ ട്രാൻസ് ബ്യൂട്ടൂയിൻ ശരിയാണ്. ഡി ഓപ്ഷൻ നോക്കുക, അല്ലെങ്കിൽ ഡി സ്റ്റേറ്റ്മെന്റ് നോക്കുക. 2-methyl butene ഷോസ് 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ്. നമുക്ക് ആ മോളിക്യൂൾ ഒന്ന് വരച്ച് നോക്കാം. 2-methyl butene. സോ ഇതാണ് നമ്മുടെ 2-methyl butene എന്ന് പറയുന്ന മോളിക്യൂൾ. ഈ മോളിക്യൂൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു കാർബണിലെ 2 ഗ്രൂപ്പുകളും സെയിം ആണ്. അപ്പോൾ ഇവർക്ക് ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കാൻ പറ്റില്ല, നമ്മൾ ആദ്യമേ കണ്ടതാണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കുക, 2-methyl butene ഷോസ് 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി അടുത്തൊരു കാര്യം കൂടെ നോക്കുക. ട്രാൻസ് ഐസോമർ ഹാസ് ലോ മെൽറ്റിംഗ് പോയിന്റ് ദാൻ സിസ്. മെൽറ്റിംഗ് പോയിന്റ് ട്രാൻസിന് സിസിനേക്കാൾ കുറവാണെന്നാണ് പറയുന്നത്. പക്ഷെ മെൽറ്റിംഗ് പോയിന്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ട്രാൻസിന് സിസിനേക്കാൾ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും ബിക്കോസ് ഓഫ് സിമ്മെട്രി. സിമ്മെട്രി എന്നുള്ളൊരു ഫാക്ടർ ഉള്ളത് കൊണ്ട് ട്രാൻസിന് സിസിനേക്കാൾ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ലോവർ എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ബിയും സിയും ആണ്. ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നാ ചോദ്യം. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാ? എ, ഡി, ഇ. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതായിരിക്കും വരിക? ഓപ്ഷൻ 1. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അവർ കറക്റ്റ് ആൻസർ വിൽ ബി എ, ഡി ആൻഡ് ഇ. ബിയും സിയും സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. ബാക്കി 3 സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ തെറ്റാണെന്നുള്ളത് നമ്മൾ കണ്ടു.